ആദരണീയനായ അച്ചായന് നമസ്കാരം. ഞാൻ സുനിൽ പത്തനംതിട്ട. അച്ചായ, ഇന്നലെ ഏപ്രിൽ 23 കേരളത്തിൽ ഇലക്ഷൻ നടത്തിയിരിക്കുകയാണല്ലോ. അതുമാതിരി പത്തനംതിട്ടയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് 76% വോട്ടിംഗ് പത്തനംതിട്ടയിൽ നടന്നു കഴിഞ്ഞു. ഇന്നലെ നടന്ന ചില കാര്യങ്ങളാണ് അച്ചായ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അച്ചായനും അത് അറിഞ്ഞു കാണുമല്ലോ. ഓർത്തഡോക്സ് സഭയുടെ ബാവ വീണ ജോർജിന്, അദ്ദേഹത്തിന്റെ സഭാംഗമായ വീണ ജോർജിന് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞ ഒരു വാർത്ത ഇന്നലെ പ്രചരിച്ചിരുന്നു. അവരുടെ സമുദായാംഗങ്ങളിൽ ഇന്നലെ രാവിലെ 11-12 മണിയോടെയാണ് പ്രചരിച്ചത്. വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞ ശേഷം ഇത് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ സ്വാധീനിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയെ കൊഞ്ഞനം കാട്ടുന്ന ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ ഓരോ സമുദായങ്ങൾ അവരുടെ സമുദായങ്ങൾക്ക് വേണ്ടി ഫത്വ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികളുള്ളത്. ഈ മാതിരി ഫത്വകൾ പുറപ്പെടുവിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ആദരണീയനായ അച്ചായൻ വളരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുൽമാനെ, തൂറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ കത്തനാരന്മാരുടെയും പാസ്റ്റർമാരുടെയും മെത്രാന്മാരുടെയും ഒക്കെ വായിലിരിക്കുന്നത് അവൻ അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതും അത് ആലോചിക്കുന്നതുമൊക്കെ ചിന്തിക്കുന്നവർക്ക് പോലും മനസ്സിന് മാനക്കേടാ. എന്നാലും മോൻ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുക, ഞങ്ങളുടെ ബാവ എന്ന് പറയുന്ന ആള് അങ്ങാർക്ക് സുറിയാനി അറിയാം, കുർബാന ചൊല്ലാനും അറിയാം, അച്ഛന്മാരെ മെത്രാന്മാരെയൊക്കെ ഉണ്ടാക്കാനും അറിയാം. അത് ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ച് വായിക്കുന്നതേ ഉള്ളൂ. അതിലൊക്കെ ചില പരിപാടികളുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ബിഷപ്പന്മാരും അച്ഛന്മാരും ഒക്കെ അങ്ങ് ആവുക. അതിനുള്ള യോഗ്യതയൊന്നും വേണ്ട, ഒരു ചടങ്ങാണ്. അതല്ലാതെ ഇതുങ്ങൾക്കൊന്നും യാതൊരു രാഷ്ട്രീയ ബോധവുമില്ല, രാഷ്ട്രബോധവുമില്ല. എങ്ങനെങ്കിലും കിട്ടിയ കസാറയിലിരുന്ന്, സിംഹാസനത്തിൽ നിന്ന്, ഭദ്രാസനത്തിൽ നിന്ന്, ദേവലോകത്തിൽ നിന്ന്, തിരുസന്നിധിയിൽ നിന്ന് സുഖമായിട്ട് വാഴണം, കർത്താവിന്റെ പേരിൽ സുഖിച്ച് വാഴണം, ജനങ്ങളെ പറ്റിച്ചെന്നുള്ളതല്ല യാതൊരു വിവരവും ഇവർക്കില്ല, വേറൊരു ചിന്തയുമില്ല. ദൈവശാസ്ത്രവും അറിയത്തില്ല, ദൈവം ആരാന്ന് പോലും ഇത്രയും നാൾ പിടികിട്ടി ഒരെണ്ണം അതിനകത്തില്ല. ഉണ്ടെങ്കിൽ അവൻ എന്നേ പുറത്ത് ചാടിയേനെ, ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തേനെ. ക്രിസ്തുവിന്റെ വാക്കുകൾ അറിയത്തില്ല, അത് പോട്ടെ. ഇപ്പൊ ഈ രാഷ്ട്രീയ പ്രശ്നം നിനക്കറിയത്തില്ലയോ? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ ബാവ എന്താ പറഞ്ഞതെന്ന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും കൂട്ടത്തോടെ കൊടുത്തു. അവസാനം ചെങ്ങന്നൂർക്കാരെ എല്ലാം കൂടെ എന്ത് പറ്റിയെന്നുള്ളത് അറിയാമല്ലോ. നോഹയുടെ കാലം ചെങ്ങന്നൂർ ഉണ്ടാക്കിയ മിടുക്കരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊട്ടെ അപ്പോള് മറ്റേടത്തെ കക്ഷി, ഞങ്ങളുടെ എതിർകക്ഷി അങ്ങാര് പറഞ്ഞു, ഞങ്ങളെ ഇനി ഇയാൾക്ക് വോട്ട് തരാൻ, ഞങ്ങളെ സംരക്ഷിച്ചോ, ഞങ്ങളുടെ പള്ളിയൊന്നും തിരിച്ചു കൊടുക്കണ്ട. ഇത് പള്ളി സ്വത്തിന്റെയും പേരാ. ഇത് രാഷ്ട്രബോധമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. ഇതിങ്ങളുടെ വർത്തമാനം ചിന്തിക്കരുത് ജനം. അവരുടെ വോട്ട് കൊണ്ട് മൂടാനെ കൊണ്ട് എവിടെ വേണേലും നീ കൊണ്ട് കൊടുത്തോ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാന്ന് ഓരോ അയ്മേനിയും പറയുന്നുണ്ട് ഉള്ളില്. ഇവരെന്നും പറഞ്ഞാൽ ഇവരുടെ വകയിലുള്ള ബന്ധുക്കൾ പോലും അനുസരിക്കത്തില്ല. പിന്നെ കുറെ പാവം പെണ്ണുങ്ങളെ, ഭക്തി മൂത്ത കുറെ വിവരമില്ലാത്ത പെണ്ണുങ്ങളെ കൺഫ്യൂസ് ചെയ്യാമെന്നുള്ളതല്ലാതെ. പക്ഷേ ചുണയുള്ള ഭർത്താക്കന്മാരുണ്ടെ പോയി പറഞ്ഞേ, കത്തനാരെ പറഞ്ഞു പോയി പാർട്ടി വോട്ട് കൊടുത്താൽ ജയിപ്പിക്കുകയും ചെയ്യും. ചിന്താശക്തിയുള്ള പെണ്ണിന് ഭർത്താവും വേണ്ട, പള്ളിയിലെ കത്തനാരും വേണ്ട, അവർ തന്നെത്താനെ ചെയ്തോളും. അത്രയും രാഷ്ട്രീയ നിലവാരത്തിൽ ഇതുങ്ങളെക്കാട്ടിലും ഒരുപാട് എല്ലാവരും ഉയർന്നു എന്നുള്ളത് പോലും ഇതുങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള മണ്ട് കൽപ്പനകളും പ്രസ്താവനകളും ഇറക്കുന്നത് തന്നെ. ഇത് ഇറക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതുങ്ങൾക്ക് വിവരമില്ലെന്ന്. എന്നിട്ട് ഇപ്പം രണ്ട് കക്ഷിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുക. ഓരോ സഭയുടെയും ആളുകൾ പല രാഷ്ട്രീയ കക്ഷി നിൽക്കുന്നുണ്ട്. കൊല്ലത്തെ മോദിയുടെ കക്ഷി ആരാ? അഡ്വക്കേറ്റ് സാബു യാക്കോബക്കാരനാ, എൻ്റെ സ്നേഹിതനാ. പക്ഷെ അയാൾക്ക് വേണ്ടി വോട്ട് കൊടുക്കണമെന്നൊന്നും ആ കാതോലിക്ക പറഞ്ഞില്ല. അയാൾ ഏതായാലും പള്ളിയുടെ പൊതുവായിട്ടുള്ള ഒരു കാര്യം എടുത്ത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സാബുവിനെ തോപ്പിക്കാനും പറഞ്ഞു. ഇങ്ങാരിപ്പം ഇവിടുത്തെ ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവരുടെയൊക്കെ വാക്ക് ആര് കേൾക്കാനാ?
കേൾക്കുന്നവൻ അയ്യോ കഷ്ടം, ഇവനൊക്കെ ജനിക്കാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ക്രിസ്തുവിനും മാനക്കേട്, ക്രിസ്ത്യാനിക്കും മാനക്കേട്. അയ്യേ കള. മാപ്പിളയ്ക്കൊരു അസുഖമുണ്ട്, വഴി കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നത്. വീട്ടിലൊരു അപ്പനുണ്ട്, പിന്നെ കർത്താവ് പരിചയപ്പെടുത്തിയ സ്വർഗസ്വനായ പിതാവുമുണ്ട്, പിന്നെ ഈ വഴി കണ്ട കത്തനാരെയും മെത്രാനെയും എല്ലാം അപ്പാ അപ്പാ, പിതാവേ പിതാവേ, റവറൻ ഫാദർ റവൻ പറഞ്ഞ് ഈ പുങ്കന്മാർ നശിച്ചു, ഈ സമൂഹം നശിച്ചു. അതിൻ്റെ ഫലമായിട്ട് പള്ളിയിൽ ചെല്ലുന്ന എല്ലാവരെയും മാനസിക രോഗികളാക്കുക. അവരെ ദൈവഭക്തി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, ദൈവത്തെപ്പറ്റി അവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ ക്രിസ്തു അഡ്വാൻസായിട്ട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകരുത്, പോയോ നിന്റെ ഓട്ടവകാശം പോലും അവൻ കൈയിട്ട് വാരി അതും കാശാക്കി കീശ വീർപ്പിക്കും എന്ന്. ഈസ്റ്ററിന്റെ ദിവസം കണ്ടോ ശ്രീലങ്കയെ പൊട്ടിയത്? ഇനി എത്രയിടത്തങ്ങനെ പൊട്ടാനിരിക്കുന്നു? അവർ പൊട്ടിക്കും, ഈ ഭൂലോകം തന്നെ മിക്കവാറും അവർ പൊട്ടിക്കും. അതിൽ നിന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും രക്ഷിക്കത്തില്ല എൻ്റെ മെത്രാന്മാരെ. ഇന്ത്യയെ രക്ഷിക്കണേ മോദിയേ ഉള്ളൂ. നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവത്തില്ല. കാരണം പ്രജ്ഞാനം ബ്രഹ്മം അത് നിങ്ങൾക്ക് എന്താന്ന് പോലും അറിയത്തില്ല. അയ്യേ.